ഞാൻ നിങ്ങളോടിപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത്. അതായത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എന്ത് ചെയ്യും, പെട്ടെന്നൊരു വിസ എടുത്ത് ദുബായിലോട്ട് പറഞ്ഞു വിടും അല്ലേ. അതായത് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടായിരിക്കും പിന്നെ ആൾ തിരിച്ചു വരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റൂല കേട്ടോ. അതായത് നമ്മളെ നാട്ടുകാരുടെയൊക്കെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും നല്ലതായിട്ട് അറിയാം. പണ്ടെന്ന് വെച്ചാൽ ആരും അറിയത്തില്ല, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. കാരണം നമ്മളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്തൊന്നും തിരക്കിയാലേ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്താലും അത് ഒരു വിരൽത്തുമ്പിലിരിക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് നേരെ ഇനി കയറി വരാമെന്ന് വിചാരിക്കണ്ട. ഇനി ഇവിടെ വിസ കിട്ടണമെങ്കിൽ ദുബായിൽ UAE നിങ്ങൾക്ക് വിസ കിട്ടണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തീർച്ചയായും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, കഴിവതും അതായത് അത്യാവശ്യം കുടുംബത്തിൽ ജീവിക്കാനൊക്കെ ഉള്ളവർ തിന്നലിൻ്റെ ഇടയിൽ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചോളൂ, ഇങ്ങോട്ട് വരണ്ട എന്നുള്ളവർ. പക്ഷേ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവർ, കുറച്ച് വീട്ടുകാരെയൊക്കെ സഹായിക്കണം, ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കുറ്റകൃത്യങ്ങളൊന്നും കാണിക്കാതെ സമാധാനപരമായി ജീവിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇങ്ങോട്ട് നിയമപരമായ വഴിയിലൂടെ വരാനായിട്ട്. PCC ക്ലിയറൻസ് അത് നിർബന്ധമാണ്. ഇനി അതില്ലാതെ നമുക്ക് UAEയിലേക്കൊരു വിസയേ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുക. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളൊക്കെ ഇവിടെ വിസ ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയും ഉൾപ്പെട്ട് പോകും. പിന്നെ നമുക്കൊരു രക്ഷയും ഉണ്ടാവില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും രക്ഷപ്പെടാൻ ചിലപ്പോൾ ഒരു വഴിയും കാണൂല. കാരണം നമ്മുടെ നാട്ടിലെ ജോലിയുടെ ലഭ്യത കുറവൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എത്ര അഭ്യസ്ത വിദ്യരുണ്ടെങ്കിലും ജോലി കിട്ടുന്ന കാര്യത്തിൽ, നല്ല ജോലി കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ സ്കിൽഡ് അല്ലാത്ത ലേബറേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. അതുകൊണ്ട് എല്ലാവരും മാനം മര്യാദയായിട്ട് ജീവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.